ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ ഞങ്ങൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ച ഊണിനുള്ള എന്തൊക്കെ വേണമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ ഒരു ചക്ക ചെന്ന് കട്ട് ചെയ്തുകൊണ്ട് വന്നു. അപ്പം ചക്ക അടുത്ത് അതിനെ മുറിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ചക്കയിലൊരു കറി ഉണ്ടാവും, പിന്നെ ഒരു മീൻ കറി ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇന്ന് ഉച്ച ഊണിൻ്റെ എല്ലാം കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചക്കയെല്ലാം റെഡിയാക്കി അതിനെ പുഴുക്ക് വയ്ക്കാനായിട്ടാണ്. കുറച്ച് മതി ഞങ്ങൾക്ക് 2 പേർക്ക്. അപ്പം കുറച്ചതിൽ നിന്ന് എടുത്ത് കുറേ നമ്മൾ വറുത്തൊക്കെ അങ്ങ് വയ്ക്കും. അപ്പം കുറച്ച് പെട്ടെന്ന് എടുത്ത് ഒരു പുഴുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് അരിയാണ്. കുറച്ചൊന്ന് എടുത്ത് കുക്കറിൽ തന്നെ നമ്മൾ അത് എടുത്തിട്ട് അതിൽ തന്നെ കൂട്ട്, അതായത് തേങ്ങയും മഞ്ഞളും മുളകും ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ ഒരു ചെറുതായിട്ടൊന്ന് അത്ര ഒരുപാട് അരയണ്ട എന്നരച്ച് ഇതിലങ്ങ് എനിക്കത്ര വലിയ പരിചയമില്ല, എന്നാലും ഞാൻ ചക്കപ്പുഴുങ്ങ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതാ തേങ്ങ എടുത്തു, ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി എടുത്തൊന്ന് മിക്സിയിലൊന്ന് അരിച്ച് ഇതിലങ്ങ് ഒഴിക്കട്ടെ. ബാക്കിയെല്ലാം അതൊന്ന് കഴുകി ഇതിലങ്ങ് ഒഴിക്കാം. ഇനി കുക്കറടച്ച് നമുക്ക് ഗ്യാസിലിട്ട് വയ്ക്കാം. പുറത്ത് തോരനാണ് ഇങ്ങനെ. ഇനി അടുത്ത് നമുക്കിന്ന് കിട്ടിയ മീനെന്ന് പറയുന്നത് ചെമ്മീനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കൊഞ്ചെന്ന് പറയും. അതും പെട്ടെന്ന് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി അതിന് ചെമ്മീൻ കറി വയ്ക്കുക, അതായത് കൊഞ്ച് വയ്ക്കുക. കൊഞ്ച് ഞാൻ തീയലാണ് വറുത്തരച്ച് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും അതിൽ കുറച്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല ഒന്ന് മൂപ്പിച്ച് വറക്കണം. ഏകദേശം മൂത്തു. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് മൂത്തിട്ട് നമുക്ക് അടുത്ത ഗ്യാസിൽ നമ്മൾ കൊഞ്ച് മീൻ, അതായത് ചെമ്മീൻ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് വേവിക്കുകയാണ് പോയിട്ട്. അപ്പോൾ ഇതിലിനി കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും വേണം. ഇത് ഇത്രയും കൂടി, അതായത് നമ്മൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാത്രമേ ഇത് മുളക് പൊടിയൊക്കെ ഇടാവൂ, അല്ലെങ്കിൽ ഇത് അതും കൂടി ആകുമ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഈ തേങ്ങയുടെ ചൂട് തന്നെ നല്ല ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടി ഇതും കൂടി ഇട്ട് ഒന്ന് അടിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിടാം. അപ്പം പുളി പിഴിഞ്ഞത് ഏകദേശം വെന്തു. ഇനി പുളി പിഴിഞ്ഞ് ഇതിലൊഴിക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ കൂട്ടരച്ചത് ഇതിൽ കൂടി ചേർക്കാം. എല്ലാം കൂടി ബാക്കി വന്നതെല്ലാം കൂടി കഴുകി, അത് കളയണ്ട, അല്പവും കളയണ്ട, അതിൻ്റെ നല്ല സത്തല്ലേ. ഇതെല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് നല്ല ഒന്ന് കലക്കി ഉപ്പൊക്കെ ഉണ്ട്, അത് തിളച്ചു. ഇനി നമുക്കിതിന് കടുതളിച്ച് വെക്കണം. കടുതളിച്ചിട്ട് അപ്പം നല്ലോണം ഇത് ഇച്ചിരി കുറച്ചും കൂടി കട്ടിയാവും. അത് ഇരുന്ന് തന്നെ കട്ടിയാവും. നമുക്കൊരു കൊച്ച് ഒരു പാൻ അടുപ്പി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും മുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി. മുളകും കൂടി ആകുമ്പോൾ ഇരിക്കും. ഞാനിടില്ല, ഞാൻ കടുകും കറിവേപ്പിലയും മാത്രമേ ഇടുകയുള്ളൂ. അതൊക്കെ ഇട്ട് ഒന്ന് കടുതളിച്ച് ഒഴിക്കണം. അപ്പുറത്ത് നമ്മുടെ ചെമ്മീൻ കറി നല്ല പാകമായി. അതിൽ കടുതളിച്ചൊഴിച്ച് പിന്നെ അങ്ങ് അടച്ച് വയ്ക്കുക. എല്ലാം ഉപ്പും പുളിയും എല്ലാം നോക്കി എല്ലാം നല്ല പാകത്തിനുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. കണ്ടില്ലേ? അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നണില്ലേ? അടിപൊളിയല്ലേ? ഇനി അതവിടെ ഇരിക്കട്ടെ. അത് കഴിച്ച് എല്ലാം റെഡിയായി. ഇനി നമുക്ക് സമയമായി, നമുക്ക് ചോറ് വിളക്കാം. അപ്പോൾ നമുക്ക് കറികളെല്ലാമായി. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കല്ലേ, ഞങ്ങൾ കുറച്ച് ചോറും കുറച്ച് ചക്കപ്പുഴുക്കും പിന്നെ കൊഞ്ച് കറി അല്ലെങ്കിൽ ചെമ്മീൻ കറി, ചെമ്മീൻ തീയൽ അല്ലെങ്കിൽ കൊഞ്ച് ചക്ക പുഴുക്ക്, പിന്നെ ഇച്ചിരി തോരൻ എന്ന് പറഞ്ഞാൽ ബീൻസും ക്യാരറ്റും സവാളയും എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു തോരനാണ്. തോരൻ അല്ലെങ്കിൽ ഉപ്പേരി എന്ന് പറയും. തോരനും പിന്നെ ഇച്ചിരി ചെമ്മീൻ കറി. എന്ത് രസമല്ലേ? എല്ലാവരുടെ വായിലും വെള്ളം വരികയായിരിക്കില്ലേ? അടിപൊളി കേട്ടോ.
ഇത് വീത്ത് ഞങ്ങളിനി കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, ഇനിയും കാണാം. ഓക്കെ, ബൈ.